ടേസ്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വ്യത്യസ്തമായ ഒരു തോരന്റെ റെസിപ്പിയാണ്, മിക്സഡ് തോരൻ. വളരെ ടേസ്റ്റിയായ ഈ മിക്സഡ് തോരൻ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഇത് തയ്യാറാക്കാനായി ക്യാരറ്റ്, ബീട്രൂട്ട്, ബീൻസ്, പച്ചമുളക്, പയറ്, അമരിക്ക, 2 സവോള ഇത്രയുമാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം തോരന് വേണ്ടുന്ന രീതിയിൽ ചെറുതായി അരിഞ്ഞെടുക്കാം. ഇനി തോരന് ആവശ്യമുള്ളത് 1/2 കപ്പ് തേങ്ങ, വെളുത്തുള്ളി, 1 സ്പൂൺ ജീരകം. ഇനി മിക്സിയുടെ ജാറിലേക്ക് തേങ്ങയും ജീരകവും 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 സ്പൂൺ ഉപ്പും കൂടെ ചേർത്ത് ഒറ്റ തവണ ഒന്ന് അടിച്ചെടുക്കാം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് 4 സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടായതിനു ശേഷം കടുകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. അതിനുശേഷം സവോളയും പച്ചമുളകും വെളുത്തുള്ളി ചതച്ചതും ഇതിലേക്ക് ചേർത്ത് 1 മിനിറ്റ് ഇതൊന്ന് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. വെളുത്തുള്ളിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ബീട്രൂട്ടും ക്യാരറ്റും ബീൻസും അമരിക്ക, പയറ് ഇതെല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഏകദേശം ഒരു 4 മിനിറ്റോളം നമുക്കിത് ഈ പാനിലിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം. ഈ സമയത്ത് തീ ഒരു ഹൈ ടു മീഡിയം ഫ്ലെയിമിൽ ഇടാം. ആദ്യം ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും പിന്നെയുള്ളത് മീഡിയം ഫ്ലെയിമിലും ആക്കി നമുക്ക് നന്നായിട്ടിതൊന്ന് വഴറ്റിയെടുക്കാം. ഏകദേശം 4 മിനിറ്റ് ഇത് നല്ലതുപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ചു വെച്ചതായ തേങ്ങ നമുക്ക് ചേർത്ത് കൊടുക്കാം. വീണ്ടും ഇതിനെ നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കാം. തേങ്ങ എല്ലാ ഭാഗത്തും എത്തുന്നത് വരെ ഏകദേശം 1-2 മിനിറ്റ് വരെ നമുക്കിതിനെ ഇളക്കി യോജിപ്പിക്കാം. ഈ സമയത്ത് ഉപ്പ് നോക്കണം, ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും ചേർക്കാം. തീ ഇപ്പോൾ മീഡിയം ഫ്ലെയിം മാത്രം മതിയാകും. ഇനി ഇതിനെ അടച്ചു വെച്ച് നമുക്ക് 2 മിനിറ്റ് ആവിയിലൊന്ന് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മിക്സഡ് തോരൻ തീർച്ചയായിട്ടും നിങ്ങൾ തയ്യാറാക്കി നോക്കണം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു മിക്സഡ് തോരനാണ് ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കിയത്. ചോറിനോടൊപ്പം ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു തോരനാണിത്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ച് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാം. തീർച്ചയായും ഇത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടാതെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.